അതെന്താ, നീ അയാളെയും കൊല്ലുമോ? അതെ, അതിന് നീ പുറം ലോകം കണ്ടിട്ട് വേണ്ടേ? ജോൺ അവരെ ഒരു ചെറു പുഞ്ചിരിയോടെ നോക്കുന്നു. ചോദ്യം ചെയ്ത് കഴിഞ്ഞ് അവർ പുറത്തേക്ക് വരുന്നു. കുമാർ സാർ, അവനെ സൂക്ഷിക്കണം. അവൻ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അവൻ്റെ കണ്ണുകളിൽ ആ കോൺഫിഡൻസ് കാണാം. നാളെ കൂടി കഴിഞ്ഞാൽ അവനെ കോടതിയിൽ ഹാജരാക്കും. പിന്നെ അവിടുന്ന് നേരെ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക്. പിന്നെ എങ്ങനെയാ സാർ? ഇനി അവൻ ആർക്കെങ്കിലും കൊട്ടേഷൻ കൊടുത്തു കാണോ സാർ? അറിയില്ല. എന്തായാലും ആ മോഹനനോട് ഒന്ന് സൂക്ഷിക്കാൻ പറഞ്ഞേക്ക്. അയാൾ ഇവനെ കൊല്ലുമെന്ന് പറഞ്ഞ് നടക്കുക. എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ തുടങ്ങിയാൽ പിന്നെ പോലീസും കോടതിയുമൊക്കെ എന്തിനാ? എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങുക കുമാർ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഓക്കെ സാർ. ഒരാഴ്ചയ്ക്ക് ശേഷം നഗരത്തിൽ വീണ്ടും ഒരു കൊലപാതകം കൂടി. ജോഗിങ്ങിന് പോയ മധ്യവയസ്കനെ സ്കൂട്ടറിൽ എത്തിയ ആൾ ആസിഡ് ഒഴിച്ച് കൊലപ്പെടുത്തി. വാർത്തകൾ വിശദമായി. തുടർ കൊലപാതക പരമ്പരയിൽ പുതിയ ഒരു കണ്ണി കൂടി. മോഹനൻ 52-നെയാണ് ജോഗിങ്ങിന് പോകും വഴി ആസിഡ് ഒഴിച്ച് കൊലപ്പെടുത്തിയത്. നേരത്തെ ഇദ്ദേഹത്തിൻ്റെ മകനെയും കൊലപ്പെടുത്തിയിരുന്നു. ആ കേസിലെ പ്രതി ജോൺ ഇപ്പോൾ റിമാൻഡിലാണ്. മോഹനൻ്റെ കൊലപാതകയെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. സ്കൂട്ടറിൽ എത്തിയ ആൾ മോഹനൻ്റെ പുറത്ത് ആസിഡ് ഒഴിക്കുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഹെൽമറ്റ് വച്ചിരുന്നതിനാൽ ആളെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. പ്രതിക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ കൊലപാതക പരമ്പരയിലെ ഒന്നാം പ്രതി ജെയിംസ് നേരത്തെ തന്നെ ആത്മഹത്യ ചെയ്തിരുന്നു. രണ്ടാം പ്രതി ജോൺ ഇപ്പോൾ റിമാൻഡിലാണ്. ഈ കൊലപാതകത്തോടെ കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. 4-5 ദിവസത്തിന് ശേഷം ക്രൈംബ്രാഞ്ച് ഓഫീസ്. മോർണിംഗ് സർ. മോർണിംഗ്. സാർ ലീവായിരുന്നു അല്ലേ? അതെ, ചെറിയൊരു യാത്ര. സാർ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? അറിഞ്ഞു. ഇപ്പോൾ അതാണല്ലോ ഫ്ലാഷ് ന്യൂസ്. പ്രതിയെക്കുറിച്ച് ഇതുവരെ ഒരു വിവരവും ലഭിച്ചിട്ടില്ല സാർ. നമ്മൾ അന്വേഷിച്ചിരുന്ന കേസല്ലേ? ഒരു തലവേദന പിടിച്ച കേസാ. ഒരുത്തനെ കണ്ടെത്തിയപ്പോൾ അവൻ കയറി ചത്തു. ഇനി ഒരു തെളിവുമില്ലാതെ നമ്മളിനി എവിടെ നിന്ന് തുടങ്ങും സാർ ഇത്? ഓൾറെഡി നമ്മൾ തുടങ്ങി വെച്ചതല്ലേ വിനയ്. മാത്രവുമല്ല പ്രതിയെയും കിട്ടിക്കഴിഞ്ഞു. പിന്നെന്താ സാർ എന്തായി പറയുന്നത്? നമ്മൾ കണ്ടെത്തിയ പ്രതി ജെയിംസ് അല്ലേ? അവൻ മരിക്കുകയും ചെയ്തു. പിന്നെ എങ്ങനെയാ? അതിന് ജെയിംസ് മരിച്ചിട്ടില്ലല്ലോ. മരിച്ചിട്ടില്ലെന്നോ? സാർ എന്തൊക്കെയായി പറയുന്നേ? അപ്പോൾ നമ്മൾ അന്ന് കണ്ടതോ? ജെയിംസിൻ്റെ ബോഡി വിനയ് കണ്ടോ? ഇല്ല. പക്ഷേ അതൊക്കെ വെറും ഒരു നാടകം. മാത്രവുമല്ല മോഹനനെ കൊന്നതും ജെയിംസ് തന്നെയാ. സാർ അതെങ്ങനെയാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം. അന്ന് ജോണിനെ കണ്ടിട്ട് വന്നതിന് ശേഷം അവൻ പറഞ്ഞത് തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ. അകത്ത് കിടന്നിട്ടും മോഹനനെ കൊല്ലുമെന്നുള്ള അവൻ്റെ ഭീഷണി, ഒരു 19-കാരൻ്റെ ആത്മവിശ്വാസം, മനസ്സിലെ നിരാശ മറക്കുന്നതിന് വേണ്ടിയുള്ളതാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ മോഹനൻ്റെ മരണത്തിന് ശേഷം അത് മാറി. കൊലയാളിക്കായി പോലീസ് നെട്ടോട്ടം ഓടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ചില ചോദ്യങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരം തേടി ഞാൻ ഇറങ്ങി. ജെയിംസും ജോണും എന്തിനാണ് അന്ന് ടാക്സിയിൽ വന്നത്? അവർക്ക് ട്രെയിനിലോ ബസ്സിലോ വരാമായിരുന്നില്ലേ? ഇത്രയും ദൂരം ടാക്സി പിടിച്ച് പോകേണ്ട ആവശ്യകത എന്താ? ഞാൻ അവർ സഞ്ചരിച്ച വഴിയെ ഒരു യാത്ര തിരിച്ചു. അങ്ങനെയാണ് ഒരു കടയിലെ CCTVയിൽ നിന്നും അവർ സഞ്ചരിച്ച കാർ കണ്ടെത്തുന്നത്. ഞാൻ ആ ടാക്സിയുടെ ഡീറ്റെയിൽസ് എടുത്തു. അത് ഓടിച്ചിരുന്ന ഡ്രൈവറെയും കണ്ടെത്തി. അയാളോട് അന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അങ്ങനെയാണ് ജെയിംസിൻ്റെ മരണത്തെപ്പറ്റി സംശയം ഉളവാക്കുന്ന ഒരു കാര്യം അറിയാൻ സാധിച്ചത്. അതെന്താ സാർ? അന്ന് ആ കാറിൽ യാത്രക്കാരായി അവർ 2 പേരുമല്ലാത്ത മൂന്നാമതൊരാൾ കൂടി ഉണ്ടായിരുന്നു. അയാൾക്ക് ബോധമില്ലായിരുന്നു. മാത്രവുമല്ല വീൽ ചെയറിൽ ഇരിക്കുന്ന അവസ്ഥയിലുമായിരുന്നു. ചേട്ടനാണെന്നും ആക്സിഡൻറ്റിൽ ശരീരം തളർന്നു പോയതാണെന്നുമൊക്കെയാണ് അവർ ഡ്രൈവറോട് പറഞ്ഞത്. പിന്നെ അയാളെ തേടിയുള്ള യാത്രയായിരുന്നു. അതിനുവേണ്ടി ഞാൻ നമ്മുടെ കേസ് അന്വേഷണം നിർത്തിയെടുത്ത് നിന്നുമല്ലാതെ ആദ്യം മുതൽ ഒന്നുകൂടി തുടങ്ങി. റമീസിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു. റമീസ് വർക്ക് ചെയ്ത സ്ഥാപനം, അവർക്കൊപ്പം വർക്ക് ചെയ്തവർ, അങ്ങനെയെല്ലാം. ആ അന്വേഷണത്തിൽ നിന്നുമാണ് എനിക്ക് ദേവനെ കിട്ടുന്നത്. ദേവൻ ഇവരുടെ ഫ്രണ്ടായിരുന്നു. മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം കൊടുക്കുന്നതിന് വേണ്ടി ദേവനൊപ്പം പോയ ജാൻസിയെയാണ് കാണാതാവുന്നത്. പക്ഷേ ജാൻസിയുടെ കേസ് ഫയലിൽ അന്നേ ദിവസം ജാൻസി പോയത് ജെയിംസിൻ്റെ കൂടെയാണെന്നാണ് പറയുന്നത്. ACP എന്തിനു വേണ്ടിയായിരിക്കും അങ്ങനെ ചെയ്തത്? ദേവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. അതെ. അപ്പോൾ ദേവൻ ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ സാർ? ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ദേവൻ്റെ വീട്ടിലേക്ക് പോയത്. പക്ഷേ അവിടെ നിന്നും അറിയാൻ കഴിഞ്ഞത് ദേവൻ മിസ്സിംഗ് ആണെന്നാണ്. മിസ്സിങ്ങോ?
അതെ, 2 ആഴ്ചയോളമായി ദേവനെ കാണാതായിട്ട്. അതായത് ചന്ദ്രൻ മരിച്ച അന്നേ ദിവസം. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അവർ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു വിവരവും കിട്ടിയില്ല. പിന്നെ ദേവന്റെ ഭാര്യയുമായി സംസാരിച്ചപ്പോൾ അവരൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു. കാണാതാകുന്നതിന് 3 ദിവസം മുൻപ് ഒരാൾ ദേവനെ അന്വേഷിച്ചു വന്നിരുന്നുവെന്ന്. അപ്പോൾ ദേവൻ അവിടെ ഇല്ലായിരുന്നു. അല്പസമയത്തിന് ശേഷം വരുമെന്ന് പറഞ്ഞെങ്കിലും കാത്തു നിൽക്കാൻ കൂട്ടാക്കാതെ അയാൾ പോവുകയായിരുന്നു. അതൊരു ചെറുപ്പക്കാരനായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. വന്ന ആളിന് ഏകദേശ രൂപം അവരിൽ നിന്നും ഞാൻ ചോദിച്ചറിഞ്ഞു. പിന്നെ ഞാൻ ജെയിംസിൻ്റെ ഫോട്ടോ കാണിക്കുകയും അത് അവനാണെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. പിന്നെ എനിക്ക് അറിയേണ്ടിയിരുന്നത് അന്ന് അവർക്കൊപ്പം ഉണ്ടായിരുന്നത് ദേവനായിരുന്നോ എന്നാണ്. ഞാൻ അവരുടെ അടുത്തു നിന്നും ദേവന്റെ ഒരു ഫോട്ടോ വാങ്ങുകയും അവർ അന്ന് സഞ്ചരിച്ച കാർ ഡ്രൈവറെ കാണിക്കുകയും ചെയ്തതോടെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം കിട്ടി. അപ്പോൾ അന്ന് മരിച്ചത്? അതെ, അന്ന് ആ കാറിലുണ്ടായിരുന്നത് ദേവനായിരുന്നു. സാർ, അപ്പോൾ അന്ന് അവിടെ നടന്നത് നാട്ടുകാരൊക്കെ പറഞ്ഞതോ? എല്ലാം വെറുമൊരു നാടകം മാത്രം. അന്ന് ആളുകൾക്ക് മുന്നിൽ ജെയിംസിന് പകരം കത്തി അമർന്നത് ദേവനായിരുന്നു. ആ നാടകത്തിൻ്റെ ക്ലൈമാക്സിൽ നമ്മൾ അവിടെ എത്തണമായിരുന്നു. അവൻ വിചാരിച്ചതുപോലെ തന്നെ നടന്നു. നമ്മൾ അവനെ അന്വേഷിച്ച് അവിടെ ചെല്ലുകയും അവൻ മരിച്ചുവെന്ന് എല്ലാവരെയും പോലെ നമ്മളും വിശ്വസിപ്പിക്കുകയും ചെയ്തു. അത് തന്നെയായിരുന്നു അവന് വേണ്ടിയിരുന്നതും. സാർ, എനിക്കിപ്പോഴും ഒരു സംശയം ബാക്കിയാ. എന്താ വിനയ്? അവരെന്തിനാ അന്ന് ടാക്സിയിൽ പോയത് എന്ന് മനസ്സിലാകുന്നില്ല. സിമ്പിളല്ലേ? നാട്ടുകാരുടെ മുന്നിൽ മരിച്ച ജെയിംസിന് വണ്ടി ഓടിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ജോണിനാണെങ്കിൽ ലൈസൻസുമില്ല. വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് കരുതി കാണും. സാർ, അവൻ ഇനിയും മറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ലക്ഷ്യം നിറവേറിയിട്ടില്ല എന്നല്ലേ? അതെ, അതിൽ അടുത്ത ഇര ആര്, ഇനി എത്ര പേരുണ്ട് എന്നൊക്കെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സാർ, അവനാണ് പ്രതിയെന്ന് ഒരു പത്രസമ്മേളനം വിളിച്ച് അറിയിച്ചാൽ പോരെ? പിന്നെ അവൻ എത്ര മറഞ്ഞിരുന്നാലും വെളിച്ചത്തിൽ വരേണ്ടി വരും. അതെങ്ങനെയാ വിനയ്? ഒരിക്കൽ നമ്മൾ തന്നെ മരിച്ചുവെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ ജെയിംസ്. അവൻ മരിച്ചിട്ടില്ല. ഈ കൊലയ്ക്ക് പിന്നിൽ അവനാണ് എന്ന് പറഞ്ഞാൽ പോലീസ് ഇരുട്ടിൽ തപ്പുന്നു, കേസ് വഴിതിരിച്ചു വിടുന്നു എന്നൊക്കെ പറഞ്ഞ് മീഡിയ സ്വസ്ഥത തരത്തില്ല. പിന്നെ നമ്മൾ എന്തും ചെയ്യും സാർ? വെയിറ്റ് ചെയ്യാം. അവൻ എന്തായാലും അധിക കാലം ഒളിച്ചിരിക്കാൻ കഴിയില്ല. സാർ, നമുക്ക് ജോണിനെ ഒന്നുകൂടി ചോദ്യം ചെയ്താലോ? ഏയ്, കൊന്നാലും അവൻ്റെ ഭാഗത്തു നിന്നും ഒന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ സാർ? ഒരവസാന ശ്രമം എന്നോണം. ഓക്കെ, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം, അല്ലേ വിനയ്? അവർ നേരെ ജോണിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്താ സാറേ, വീണ്ടും എന്നെ കാണാൻ ഒരു വരവ്? വെറുതെ നിന്റെ സുഖവിവരം ഒന്ന് അറിയാൻ വേണ്ടിയാ. നിന്നോട് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. എന്താ സാറേ? ജെയിംസ് ഇപ്പോൾ എവിടെയുണ്ട്? ജെയിംസോ? സെമിത്തേരിയിൽ കാണും. പിന്നെ കത്തി കരിഞ്ഞതുകൊണ്ട് മുഴുവനായി കാണാൻ പറ്റില്ല. അത് വിട്. ആ നാടകമൊക്കെ എപ്പോഴേ പൊളിഞ്ഞു, മനസ്സിലായില്ലേ? നീയൊക്കെ ചേർന്ന് കളിച്ച മരണനാടകം പൊളിഞ്ഞൂന്ന്. അന്ന് അവിടെ മരിച്ചത് ജെയിംസിന് പകരം ദേവൻ എന്ന ചെറുപ്പക്കാരനാണെന്ന് ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. അതുകൊണ്ട് മര്യാദയ്ക്ക് സത്യം പറയാൻ നോക്ക്. കൊള്ളാലോ സാറേ, സാറുമാർ ബ്രില്യൻ്റ് ആണല്ലോ. ഇനി പറ, ജെയിംസ് എവിടെയുണ്ട്? അത് കൊള്ളാം. പുറത്തുള്ള സാറുമാർക്ക് അറിയാത്ത കാര്യം ഇതിനുള്ളിൽ കിടക്കുന്ന എനിക്ക് എങ്ങനെയാ അറിയാനാ? ഇവനിട്ട് 2 കൊടുത്താൽ അവൻ പറയും സാറേ. ഏയ് വേണ്ട സാർ, എന്തായാലും എന്നെ കാണാൻ ഇതുവരെ വന്നതല്ലേ, ഒരു ക്ലൂ തന്നേക്കാം. ഇനി ഒരാളെ കൂടി മാത്രമേ തീർക്കാനുള്ളൂ, ഒരേ ഒരാൾ. ആരാ അത്? പറ, ആരാ അത്? അത് ഞാൻ പറയില്ല. അതൊക്കെ സാറുമാരുടെ ജോലിയാ. പറയടാ, ആരാ അത്? സാർ വെറുതെ ബലം പ്രയോഗിക്കേണ്ട. എന്നെ കൊന്നാലും ഞാൻ പറയില്ല. സാറുമാർ കണ്ടുപിടിക്ക്. അവനെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്ക്. എന്തായാലും അവൻ ഇനി ആയുസ് അധികമില്ല. അവർ അവിടെ നിന്ന് ഓഫീസിലേക്ക് വരുന്നു. എന്നാലും ആരായിരിക്കും സാർ അത്? ACP ഫിലിപ്പോസ്, മനു, ചന്ദ്രൻ, സച്ചിൻ, ദേവൻ, മോഹനൻ, നെക്സ്റ്റ് ഇവരുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ആയിരിക്കും. അങ്ങനെയെങ്കിൽ കൊല്ലപ്പെട്ടവരുടെ ഭാര്യമാരോ മക്കളോ ആയിരിക്കുമോ സാർ? അവൻ തന്ന ക്ലൂ വിനയ് ശ്രദ്ധിച്ചായിരുന്നോ? അവനെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്ക്. എന്തായാലും അവൻ ഇനി ആയുസ് അധികമില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഇനി കൊല്ലപ്പെടാൻ പോകുന്നതും ഒരു പുരുഷൻ തന്നെയാണ്. അവർ സംസാരിക്കുന്നതിനിടയിൽ ഒരു പോലീസുകാരൻ അകത്തേക്ക് വരുന്നു. എക്സ്ക്യൂസ് മീ സാർ, മേ ഐ കം ഇൻ? യെസ് സാർ. സാറ് പുറത്തു പോയ സമയത്ത് മരണപ്പെട്ട മോഹനൻ്റെ മകൻ വന്നിട്ടുണ്ടായിരുന്നു സാറിനെ കാണാനായിട്ട്.
മോഹനൻ്റെ മകനോ? അതെ സാർ. എന്താ അയാളുടെ പേര്? വിഷ്ണു എന്നാ പറഞ്ഞത്. കേസിനെ കുറിച്ച് സാറിനോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. താൻ പൊയ്ക്കോ, ഞാൻ മീറ്റ് ചെയ്തോളാം. ഓക്കെ സാർ. മോഹനന് വേറെയും ഒരു മകനുണ്ടായിരുന്നോ? ഉണ്ട് സാർ. അയാളുടെ മൂത്ത മകനാണ്. ദുബായിലായിരുന്നു. ഓഫീസർ അല്പസമയം ഒന്ന് ആലോചിക്കുന്നു. വിഷ്ണു. എന്താ സാർ? അവരുടെ അവസാനത്തെ ഇര അത് വിഷ്ണു ആണെങ്കിലോ? താൻ ഡ്രൈവറോട് വേഗം വണ്ടിയെടുക്കാൻ പറ. ഓക്കെ സാർ. അവർ എത്രയും വേഗം വിഷ്ണുവിൻ്റെ വീട്ടിലെത്തുന്നു. ആ സമയം ഹെൽമറ്റ് വെച്ച ഒരാൾ ബൈക്കിൽ പുറത്തേക്ക് പോകുന്നു. അവർ അവിടെ എത്തിയപ്പോൾ ഒരു നിലവിളിയാണ് കേട്ടത്. വിളി കേട്ട് അവിടേക്ക് ചെന്നപ്പോൾ അവർ കണ്ടത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന വിഷ്ണുവിനെയാണ്. അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരിയോട് കാര്യം തിരക്കുന്നു. എന്താ ഉണ്ടായത്? കുറച്ചു സമയത്തിന് മുൻപ് ഒരു പോലീസ് ഓഫീസർ വന്നിരുന്നു. വിഷ്ണു കുഞ്ഞിനെ കാണാനാണെന്ന് പറഞ്ഞാണ് വന്നത്. കുഞ്ഞുമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി മുകളിലേക്ക് പോയി. അല്പസമയം കഴിഞ്ഞ് കുഞ്ഞിൻ്റെ ഒച്ച കേട്ട് ഓടി ചെന്ന് നോക്കുമ്പോൾ ചോരയിൽ കുളിച്ചു കിടക്കുന്നതാ കണ്ടത്. ഇപ്പോൾ ബൈക്കിൽ പോയത് അയാളാണോ? അതെ സാറേ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ക്രോസ് ചെയ്ത് പോയത് അവനാണ് വിനയ്. എത്രയും വേഗം CCTV വിഷ്വൽസിൽ നിന്നും ആ വണ്ടിയുടെ നമ്പർ എടുക്ക്. എല്ലാ സ്റ്റേഷനിലും അറിയിപ്പ് കൊടുക്കണം വിത്ത് ഫോട്ടോ. ഓക്കെ സാർ. ഓഫീസർ ആ ബൈക്കിന് പിന്നാലെ പോകുന്നു.